നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റാണ് ആനുകാലികം. നമ്മളിന്ന് 2024 ജനുവരി മാസത്തെ ആനുകാലികം അഥവാ കറണ്ട് അഫയേഴ്സാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. നമ്മുടെ കേരളമാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. അതായത് 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ പുതിയ പദ്ധതിയാണ് മൂല്യപ്രവാഹ 2.0. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ പുതിയ പദ്ധതിയാണ് മൂല്യപ്രവാഹ 2.0. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ സൊസൈറ്റി സെൻറ്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജടായു. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻറ്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജടായു. രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുര സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പ്രധാനമന്ത്രി സൂര്യോദയ യോജന രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുര സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന. പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളുടെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ISROയുടെ പദ്ധതിയാണ് POEM 3. ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും റീയൂസ് ചെയ്യാനുള്ള, വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ISROയുടെ പദ്ധതിയാണ് POEM 3. POEM 3 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വര. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകനാണ് ബസവേശ്വര. അയോധ്യയിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ ശില്പി. അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ ശില്പിയാണ് അരുൺ യോഗിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ ശില്പി. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം കൈവരിച്ചത് ശീതൾ ദേവി ജമ്മു കാശ്മീരിൽ നിന്നാണ്. അപ്പം വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. ശ്രീശങ്കര പുരസ്കാരം ISRO ചെയർമാൻ S സോമനാഥനാണ് ലഭിച്ചത്. 2024 ശ്രീശങ്കര പുരസ്കാരം ലഭിച്ചത് ISROയുടെ ചെയർമാൻ S സോമനാഥനാണ്. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. അടുത്തിടെ കന്നഡയിലും സംസ്കൃതത്തിലും എഴുതിയ AD 10-ാം നൂറ്റാണ്ടിലെ കദംബ ലിഖിതം കണ്ടെത്തിയത് ഗോവയിലെ കൊക്കോഡയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. അടുത്തിടെ കന്നഡയിലും സംസ്കൃതത്തിലും എഴുതിയ AD 10-ാം നൂറ്റാണ്ടിലെ കദംബ ലിഖിതം കണ്ടെത്തിയത് ഗോവയിലെ കക്കോഡയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ച കാന്തല്ലൂരിൻ്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം ലഭിച്ച കാന്തല്ലൂരിൻ്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സൺ അനിൽകുമാർ ലഹോട്ടി.
അതായത് ട്രായിയുടെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനിൽ കുമാർ ലഹോട്ടി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി നടത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ കേരളത്തിനാണ്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗർ, ഗുജറാത്ത് സംസ്ഥാനത്തുള്ള ജാംനഗറിലാണ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അതായത് AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത്. ഇത് ബാംഗ്ലൂരിലുള്ള അപ്പോളോ ക്യാൻസർ സെൻറ്ററിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്നത്. ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒഡീഷയിലെ എയർപോർട്ടാണ് മാൽഗൻഗിരി. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം സംസ്ഥാനമാണ് ഒഡീഷ. 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഒഡീഷ. റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഒഡീഷ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ലോകത്തിലെ ആദ്യത്തെ സോളാറും വിൻഡും സംയുക്തമായിട്ടുള്ള വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ്. 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാവുന്ന രാജ്യം ഇന്ത്യ. 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയാവുന്ന രാജ്യമാണ് ഇന്ത്യ. ഏത് രാജ്യത്തേക്കാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്? ഫിലിപ്പീൻസിനാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഉത്തർപ്രദേശ്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശിലാണ്. അതായത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച ആയാങ്കുടി കുട്ടപ്പ മാരാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയിലെ ചെണ്ട ആചാര്യനായിരുന്നു 2024 ജനുവരിയിൽ അന്തരിച്ച ആയാങ്കുട്ടി കുട്ടപ്പ മാരാർ. 2024 ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം പൂവ്. 2024 ധാക്ക ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പൂവ്. തിരുവനന്തപുരം സ്വദേശി വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എസ് ഗിരീഷിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. അപ്പോൾ PSC ഇങ്ങനെ ചോദിക്കാം, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വ്യോമയാന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആരെന്ന് PSC ഒരുപക്ഷെ ചോദിക്കാം. എസ് ഗിരീഷാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച തിരുവനന്തപുരം സ്വദേശി. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയനാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചിത്രശലഭം. ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻസാണ് സ്റ്റെപ്പിനി. ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് സ്റ്റെപ്പിനി. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഒന്നാകെ നടപ്പിലാക്കുന്ന പരിപാടിയാണ് K-വാക്ക്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഒന്നാകെ നടപ്പിലാക്കുന്ന പരിപാടിയാണ് K-വാക്ക്. P. വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരെന്ത്? കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി. P. വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു കുറുമാട്ടി, അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പേരാണ് രാഗിണി. ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ
സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. ഇതുപോലുള്ള പദ്ധതികളൊക്കെ എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എല്ലാവരും നന്നായി മനസ്സിരുത്തി പഠിച്ചോണം. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീഹ്. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീഹ്. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസ്സറാണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസ്സറാണ് കൈരളി. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആരംഭിച്ച പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതം ആക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതം ആക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഒരുക്കിയ പുതിയ പദ്ധതിയാണ് സംവാദ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായിട്ട് ഒരുക്കിയ പദ്ധതിയാണ് സംവാദ. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവരുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്ന എല്ലാവരുടെയും സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. ലോകബാങ്ക് സഹായത്തോടെ കേരളം നടപ്പാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയാണ് കേര. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളം നടപ്പാക്കുന്ന കാർഷിക മേഖലയിലെ പുനരുജ്ജീവന പദ്ധതിയാണ് കേര. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളുക. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. പ്രൊഫസർ BR കാംബോജിനാണ് 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത്. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. അദ്ദേഹത്തിൻ്റെ റാങ്ക് 42. ഒരുപക്ഷെ PSC ഇങ്ങനെയും ചോദിക്കാം, SL നാരായണൻ്റെ റാങ്ക് എത്രയാണെന്ന്. അപ്പോൾ അത് റാങ്ക് അടക്കം നിങ്ങൾ പഠിച്ചോളുക. ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്ത്. അശ്വതി ശ്രീകാന്തിനെ നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ ഈ ഫ്ലവേഴ്സിലൊക്കെ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുന്ന അശ്വതിയാണ്. ആ അശ്വതി തന്നെയാണിത് കാളി എന്ന കഥാസമാഹാരം പുസ്തകം എഴുതിയത്. അപ്പോൾ ആ അശ്വതിയെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളുക. നഗരസഭാ സേവനങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് ദൂരത്തിൽ എത്തുന്ന പദ്ധതി കെ സ്മാർട്ട്. നഗരസഭയുടെ സേവനങ്ങൾ ഒറ്റ ക്ലിക്ക് ദൂരത്തിൽ എത്തുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് രമേശ് നാരായണന്. രമേശ് നാരായണനാണ് 2024 സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-2024 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരം നേടിയത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ് സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന അധ്യാപകർക്കുള്ള 2023-2024 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത്. പത്രപ്രവർത്തകനായ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്ര പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ്. പത്രപ്രവർത്തകനായ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥമുള്ള രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂരിനാണ്. പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ജേതാവായത് പെരുമാൾ മുരുകൻ.
2024 തൊട്ടാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ജേതാവായത് പെരുമാൾ മുരുകൻ. മികച്ച കഥ നോവലിനുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ. അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത ബുക്കിൻ്റെ പേരാണ് ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ. മികച്ച കഥാനോവലിനുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം നേടിയത് ആരാണ്? KV മോഹൻകുമാർ. അദ്ദേഹത്തിൻ്റെ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഇതേ അവാർഡ് ലഭിച്ച കവിതയാണ് ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ വെള്ളബലൂൺ. മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ സെബാസ്റ്റ്യൻ പള്ളിക്കത്തോടിനാണ് ലഭിച്ചത്. വിവർത്തനം പുനരാഖ്യാനം ശ്രീകൃഷ്ണൻകുട്ടി. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് N ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ അവാർഡൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പല പ്രാവശ്യം പല തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ മറക്കാതെ പഠിച്ചുകൊള്ളുക. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് N ഗോപികൃഷ്ണൻ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ. തമിഴ് ഗായകനാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് PK വീരമണിദാസൻ. കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് VS അച്യുതാനന്ദൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത്. മികച്ച പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കുള്ള 2024 സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് RSP നേതാവ് NK പ്രേമചന്ദ്രനും കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിക്കുമാണ്. മികച്ച പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കുള്ള 2024 സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? NK പ്രേമചന്ദ്രനും അധീർ രഞ്ജൻ ചൗധരിക്കും. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ്? കവരത്തിയിൽ വെച്ചാണ് ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് S ശ്രീകലയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ. സംസ്ഥാന ശുചിത്വ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് UV ജോസ് ആണ് സംസ്ഥാന ശുചിത്വ മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറോക്ക് പാലം കോഴിക്കോടുള്ള ഫറോക്ക് പാലമാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എന്ന ബഹുമതി നേടിയത്. K-സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനാണ്. K-സ്മാർട്ട് പദ്ധതി വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? നമ്മുടെ സ്വന്തം കണ്ണൂരാണ്. കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബ് VPR മുഴുപ്പിലങ്ങാട് കണ്ണൂർ. കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബാണ് VPR മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് ഹരിപ്പാടുള്ള ചേപ്പാട് എന്ന സ്ഥലത്ത് വെച്ചാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം. ഈ റോബോട്ടിൻ്റെ പേരാണ് എലീന. അതായത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പഞ്ചായത്തിലൊക്കെ എത്തുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിനെ നിയമിച്ച ആദ്യ പഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ആ റോബോട്ടിൻ്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക, എലീന. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴാകുളത്താണ് ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റായ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത്. ആഴാകുളം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തുള്ള നമ്മുടെ സ്വന്തം RCCയിലാണ് കേരളത്തിലെ പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭയാണ് കൊട്ടാരക്കര നഗരസഭ. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത
കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര നഗരസഭ. സംസ്ഥാനത്ത് ആദ്യ തുളസീവനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം. കോന്നി ഇക്കോ ടൂറിസത്തിലാണ് സംസ്ഥാനത്ത് ആദ്യ തുളസീവനം ആരംഭിച്ചത്. 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴ. അപ്പം വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ആലപ്പുഴക്കാരാണ് നമ്പർ 1. 1,00,000 മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് ആലപ്പുഴ. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് പാപ്പനംകോട്, തിരുവനന്തപുരം. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പാപ്പനംകോട്, തിരുവനന്തപുരം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിലാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന രസതന്ത്ര നോബൽ പുരസ്കാര ജേതാവ് മോർട്ടൻ പി മെൽഡലാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന രസതന്ത്ര നോബൽ പുരസ്കാര ജേതാവ്. പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്ത്, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്? 2.7 കോടി. വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. വോട്ടർമാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ മലപ്പുറം. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം. അപ്പം വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറവും വോട്ടർമാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടും, സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തും, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തുമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഉത്സവം. അപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി നിർമ്മിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ഉത്സവം. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല. 2024 സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല അതും വയനാടാണ്. 2024 സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. കാസർഗോഡാണ് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പലതവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. കേരള ശാസ്ത്ര കോൺഗ്രസ് എവിടെയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതാത് വർഷത്തെ വേദിയാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. ഇപ്പം 2024 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത് കാസർഗോഡാണ്. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളമാണ്. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് നിയമം ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. 62ാമത് സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 62ാമത് സ്കൂൾ കലോത്സവ വേദിയായിരുന്നു കൊല്ലം. കിരീടം നേടിയത് കണ്ണൂർ. 2ാം സ്ഥാനം കോഴിക്കോട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ആനുകാലികം 2024 ജനുവരി 1ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. 2ാം ഭാഗവുമായി ഉടൻ എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരയ്ക്കും ഗുഡ് ബൈ.